ഇവിടെ പറയാൻ പോകുന്നത് ബുധൻ ചാരവശാൽ ഓരോ ഭാവത്തിലും എത്തുമ്പോൾ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നതാണ്. ആദ്യമായി ചന്ദ്രൻ 1-ാം ഭാവത്തിൽ ബുധൻ എത്തുമ്പോൾ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. 1-ാം ഭാവം അത്ര ഗുണകരമായ ഭാവമല്ല. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനും ധനനഷ്ടം ഉണ്ടാവാനും സഞ്ചാര നഷ്ടം ഉണ്ടാവാനും അന്യദേശവാസത്തിനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ദുർജനങ്ങളുമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാവാനും അവ വഴി അപമാനവും ധനനഷ്ടവും ഒക്കെ ഉണ്ടാവാനും സാധ്യത കൂടുതലുണ്ട്. ജയിൽവാസം അനുഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സ്ത്രീകൾ മൂലം അപമാനവും പരാജയവും ധനനഷ്ടവും ഒക്കെ ഉണ്ടായേക്കാം. പൊതുവെ പറഞ്ഞാൽ 1-ാം ഭാവം ബുധന് അത്ര ഗുണകരമായ ഭാവമല്ല. മനഃശാന്തി കുറവും ആരോഗ്യകരമായിട്ട് ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ സമയത്ത് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ 2-ാം ഭാവം നല്ല ഭാവമായിട്ടാണ് കണക്കാക്കുന്നത്. ഭൂമി ലാഭം ഉണ്ടാവാനും ക്രയവിക്രയങ്ങൾ വഴി നേട്ടമുണ്ടാവാനും വസ്തു വാങ്ങുന്നതിനും വീട് വെക്കുന്നതിനുമൊക്കെ ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. തൻ്റെ വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കുവാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഉണ്ടാകുവാനും കുടുംബത്തിൽ ഐശ്വര്യവും ശ്രേയസ്സും വർദ്ധിക്കുന്നതാണ്. ഭാര്യാഭർത്തൃ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് അവയൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതും ബന്ധുജനങ്ങളുമായും കുടുംബക്കാരുമായിട്ടും ഒക്കെ ഐക്യമുണ്ടാവാനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. അടുത്തത് 3-ാം ഭാവം. 3-ാം ഭാവം അത്ര ഗുണകരമായ ഭാവമല്ല. ആരോഗ്യക്കുറവുണ്ടാവാനും മനഃശാന്തി ഇല്ലായ്മയുണ്ടാവാനും ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. വ്യവഹാര പരാജയം ഉണ്ടാവാനും കേസിലും വഴക്കിലും ഒക്കെ ചെന്ന് ചാടുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. ധനപരമായിട്ട് നഷ്ടമുണ്ടാകുവാനും ലാഭക്കുറവ് ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. പുതിയ ജോലിയിൽ ഏർപ്പെടുന്നതും പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ ഏർപ്പെടുന്നതും ഒക്കെ ഈ സമയത്ത് അത്ര ഗുണകരമല്ല. അന്യദേശവാസത്തിന് സാധ്യതയുണ്ട്. മനഃശാന്തിക്കുറവും സഞ്ചാര ക്ലേശവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അധികാരികളുമായിട്ട് അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. അപമാനം ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശത്രുക്കൾ തലപൊക്കുവാനും അവർ പരാജയപ്പെടുത്തുവാനും സാധ്യത കൂടുതലുള്ളതുകൊണ്ട് ഓരോ നീക്കവും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. പൊതുവെ പറഞ്ഞാൽ 3-ാം ഭാവം ബുധന് അത്ര ഗുണകരമായ ഭാവമല്ല. അടുത്തത് 4-ാം ഭാവമാണ്. 4-ാം ഭാവം ബുധന് നല്ല ഭാവമായിട്ടാണ് കണക്കാക്കുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി നേടുവാനും ധനനേട്ടം ഉണ്ടാവാനും കുടുംബ ഐക്യം ഉണ്ടാവാനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവർക്ക് അവ മാറിക്കിട്ടുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. തൊഴിൽ ലബ്ധി വരുവാനും തൊഴിലിൽ നിന്ന് നേട്ടമുണ്ടാകാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. പൊതുവെ പറഞ്ഞാൽ 4-ാം ഭാവം ഗുണകരമായ ഒരു ഭാവമാണ്. എന്നാൽ 5-ാം ഭാവം അത്ര ഗുണകരമല്ല. അന്യജനങ്ങളുമായിട്ട് കലഹം ഉണ്ടാവാനും സന്താനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും കുടുംബക്കാരുമായിട്ട് കലഹം ഉണ്ടാവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉടലെടുക്കാം. മനഃശാന്തിക്കുറവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വന്നു ചേരുവാനുള്ള സമയം കൂടിയായതുകൊണ്ട് വളരെ അധികം ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. വഴക്ക്, പ്രശ്നങ്ങൾ എന്നിവയിൽ പോയി ചെന്ന് ചാടാതെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. പൊതുവെ പറഞ്ഞാൽ ഈ കാലം അത്ര ഗുണകരമല്ല. അടുത്തത് 6-ാം ഭാവമാണ്. ബുധൻ 6-ാം ഭാവത്തിലേക്ക് വരുന്നത് വളരെ അധികം ഗുണം ചെയ്യുന്നതാണ്. ധനപരമായിട്ട് പുരോഗതി ഉണ്ടാവും. ആരോഗ്യകരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവയൊക്കെ മാറിക്കിട്ടുവാനോ അതിൽ നിന്നൊരു മുക്തി ലഭിക്കുവാനോ സാധ്യത ഉള്ള സമയമാണ്. ധനപരമായിട്ടുള്ള നേട്ടങ്ങളും മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവ മാറി കിട്ടുന്നതുമാണ്. ഐശ്വര്യം, പ്രശസ്തി, ഉന്നത പദവി എന്നിവയൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തത് ബുധൻ 7-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം.
ബുധന് 7-ാം ഭാവം അത്ര ഗുണകരമല്ല. സന്താനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, മനഃശാന്തി കുറവ് എന്നിവ ഉണ്ടാകുവാനും ഭാര്യാവിരഹം ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടം ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. അന്യജനങ്ങളെ കൊണ്ട് വിരോധവും ഒക്കെ ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. മാനസികമായി പിരിമുറുക്കം ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. തൊഴിലിൽ നഷ്ടം ഉണ്ടാകുവാനും തൊഴിൽ നേടുവാനുള്ള അവസരം നഷ്ടപ്പെടുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉടലെടുക്കാം. പൊതുവെ പറഞ്ഞാൽ 7-ാം ഭാവം ബുധന് അത്ര ഗുണകരമായ ഭാവമല്ല. എന്നാൽ 8-ാം ഭാവം വളരെ അധികം ഗുണം ചെയ്യുന്നതാണ്. കാര്യവിജയം, പുത്രലാഭം, ധനനേട്ടം എന്നിവ ഉണ്ടാവുന്നതാണ്. ആഭരണങ്ങൾ വാങ്ങുന്നതിനോ സമ്മാനമായി ആഭരണങ്ങളോ മറ്റു വസ്ത്രങ്ങളോ ലഭിക്കുന്നതിനോ ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. കുടുംബത്തിൽ ഐക്യവും കുടുംബ സൗഖ്യവും ഒക്കെ ഉണ്ടാവുന്നതാണ്. ബന്ധുജനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കൂടുതലാണ്. ധനപുഷ്ടി ഉണ്ടാവുന്നതും നിക്ഷേപം നടത്തുവാനും വാഹന സൗഖ്യം ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. അടുത്തത് 9-ാം ഭാവമാണ്. ബുധൻ 9-ാം ഭാവത്തിൽ എത്തുന്നത് അത്ര ഗുണകരമല്ല. ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുവാൻ, വാതരോഗം പോലെയുള്ള ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സവും യാത്രാ തടസ്സവും ധനനഷ്ടവും ഒക്കെ ഈ സമയത്ത് വന്നു ചേരാം. ബന്ധുജനങ്ങളോ അന്യജനങ്ങളോ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും മനസ്സുഖം കുറയുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. അടുത്തത് 10-ാം ഭാവം. 10-ാം ഭാവം ബുധന് വളരെ ഗുണകരമായ ഭാവമാണ്. കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാവുന്നതും വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഉണ്ടാവുന്നതും ധനനേട്ടം ഉണ്ടാവുന്നതുമാണ്. ധനപരമായിട്ടുള്ള പുരോഗതിയും തൊഴിൽപരമായിട്ടുള്ള ധനനേട്ടവും ഒക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. ബന്ധുജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുവാൻ കഴിയുന്നതാണ്. വീട് വാങ്ങുവാനോ വീട് വെക്കുവാനോ വസ്തു വാങ്ങുവാനോ ഒക്കെ ആഗ്രഹമുള്ളവർക്ക് ആ ആഗ്രഹം നിറവേറ്റി കിട്ടുന്നതോ അല്ലെങ്കിൽ ആ ആഗ്രഹം നിറവേറ്റുവാൻ ആവശ്യമായ മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നതോ ആയിരിക്കും. വ്യാപാര നേട്ടം ഉണ്ടാകുവാനും തൊഴിൽപരമായിട്ട് പുരോഗതി ഉണ്ടാകുവാനും ധനനേട്ടം ഉണ്ടാകുവാനും വ്യവഹാര വിജയം ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. അടുത്തത് 11-ാം ഭാവമാണ്. 11-ാം ഭാവം വളരെ ഗുണകരമായ ഭാവമാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുവാനും പുത്രസൗഖ്യം ഉണ്ടാകുവാനും പുത്രന്മാരെ കൊണ്ട് നേട്ടം ഉണ്ടാകുവാനും തൊഴിൽ ലാഭം ഉണ്ടാകുവാനും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതകളുണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവ മാറിക്കിട്ടുവാനും തൻ്റെ വാക്കിന് മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന അവസരം ഉണ്ടാകുവാനും മനസ്സുഖം ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. വിചാരവശാൽ ബുധൻ 11-ാം ഭാവത്തിൽ വരുന്നത് വളരെ അധികം ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് 12-ാം ഭാവം. 12-ാം ഭാവം അത്ര ഗുണകരമല്ല. വായ്ചിലവ് വർദ്ധിക്കുവാനും രോഗങ്ങൾ മൂലം പണം ചിലവഴിക്കേണ്ടതായിട്ട് വരുവാൻ സാധ്യത കാണുന്നുണ്ട്. ശത്രുഭയവും വ്യവഹാര നഷ്ടവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹവും ഉണ്ടാകുവാനും ഏതെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. മാനഹാനി ഉണ്ടാകാതെ നോക്കേണ്ടതാണ്. സ്ത്രീകൾ മൂലം അപമാനം വന്നുപെട്ടേക്കാം, അവ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധനപരമായിട്ട് നഷ്ടമുണ്ടാകുവാനും കേസ് വഴക്ക് എന്നിവ ഉടലെടുക്കുവാനും അതുപരമായിട്ട് നഷ്ടം ഉണ്ടാകുവാനും ഒക്കെ സാധ്യത കൂടുതലുണ്ട്. പൊതുവെ 12-ാം ഭാവത്തിൽ ബുധൻ അത്ര ശുഭകരമായ ഭാവമല്ല എന്ന് തന്നെ പറയാവുന്നതാണ്.